എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ കിടന്നു. മഗ്ഫിറത്തിന്റെ പത്താണ്, പാപമോചനത്തിന്റെ 10. ജീവിതത്തിൽ വന്നുപോയ പാവങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ദിനങ്ങളിലേക്ക് നമ്മൾ കിടന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഉസ്താദേ, ഞാൻ ഒരുപാട് പാവങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, എന്റെ പാവങ്ങൾ അള്ളാഹു പുറത്തു തരുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറയുകയാണ്. അബൂ ഹുറൈറ തങ്ങൾ പറയുന്ന ചരിത്രം എന്താ? കാന റജുലാനി ഫീ ബനീ ഇസ്രായീൽ, ബനൂ ഇസ്രായീൽ പെട്ടിരുന്ന ജീവിച്ചിരുന്ന 2 ചെറുപ്പക്കാരുടെ കഥയാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ബനൂ ഇസ്രായീൽ ജീവിച്ചിരുന്ന 2 ചെറുപ്പക്കാരുടെ ചരിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ 2 ചെറുപ്പക്കാരിൽ ഒരാള് നല്ല മനുഷ്യനെ, അറിവ് പഠിച്ച ഒരാള്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരാൾ. പക്ഷെ രണ്ടാമത്തെ മനുഷ്യനാകട്ടെ അതിന് നേരെ ഓപ്പോസിറ്റ്, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ, തോന്നിവാസിയെ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് രണ്ടാമത്തെ ആള്. അപ്പൊ ഒരാള് നല്ലവനും രണ്ടാമത്തവന് വളരെ മോശമായ ജീവിതം നയിക്കുന്ന ഒരാളുമാണ്. അപ്പൊ ഈ നല്ലവനായ മനുഷ്യന് എപ്പോഴും ഈ മോശക്കാരനെ ഉപദേശിക്കാറുണ്ട്. നീ ഇങ്ങനെ നടക്കരുത്, നീ കള്ളുകുടിക്കരുത്, നീ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. എപ്പോഴും ഇങ്ങനെ രാവും പകലും കാണുമ്പോഴൊക്കെ ഉപദേശിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഉപദേശിക്കാറുണ്ട്. അവസാനം ഉപദേശം കേട്ട് ഈ ചങ്ങാതി അങ്ങ് മടുത്തു. അപ്പൊ അവസാനം ഇങ്ങനെ ഉപദേശിക്കുന്നത് കേട്ടപ്പോ ചോദിച്ചു, നിന്നെ എന്താ അള്ള എന്നെ ഏൽപ്പിച്ചേക്കോട്ടെ 24 മണിക്കൂർ എന്നെ ഉപദേശിക്കാൻ വേണ്ടി, എന്റെ കാവൽക്കാരനായി എന്റെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിരിക്കോട്ടെ. എടാ, നീ നിന്റെ പണി നോക്ക്. നീ എപ്പോഴും ഇങ്ങനെ ഉപദേശിക്കുന്നല്ലോ, നീ എന്നെ ഉപദേശിക്കാൻ വേണ്ടി നിന്റെ പണി ഇത് തന്നെയാണോ? എപ്പോഴും എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ നടക്കുന്നല്ലോ. എടാ, നീ നിന്റെ പണി നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ എന്ത് പാപം ചെയ്താലും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും. ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ രക്ഷപ്പെടും, ഞാൻ സ്വർഗ്ഗത്തിൽ പോകും. നീ നിന്റെ പണി നോക്ക്. അവിടെ ഈ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് എപ്പോഴും ഇങ്ങനെ ഉപദേശിക്കുമ്പോ ഇവന്റെ മറുപടി എന്താ? ഞാൻ എന്ത് പാപം ചെയ്താലും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും. നീ നോക്കിക്കോ, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ അല്ലാഹു എനിക്ക് സ്വർഗ്ഗം തരും. നീ എന്നെ ഇങ്ങനെ ഉപദേശിച്ച് സമയം കളയാതെ നീ ഓടെ ചങ്ങാതി എന്ന് പറയുന്ന രീതിയിൽ അവിടെ നിന്ന് ആ ഒരു ഉപദേശത്തിനെ ഒരു നിസ്സാരമാക്കുന്ന രീതിയിൽ ഇയാൾ ഇങ്ങനെ സംസാരിച്ചു. ഇത് കേട്ടപ്പോ ആ ബനൂ ഇസ്രായീലിനെ ഉപദേശിച്ച മനുഷ്യന് വല്ലാത്ത ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഒരിക്കലും നിന്റെ പാപം പുറത്തു തരൂല, അള്ളാഹു ഒരിക്കലും നിന്റെ പാപം പുറത്തു തരൂല, നീ ഒരിക്കലും സ്വർഗ്ഗത്തിൽ കിടക്കൂല. അദ്ദേഹത്തിനുണ്ടായ ദേഷ്യത്തിന്റെ പുറത്ത് ആ മോശമായ ജീവിതം നയിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, അള്ളാഹു ഒരിക്കലും നിനക്ക് പുറത്തു തരൂല, നീ ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കൂല, അള്ളാഹു നിനക്ക് സ്വർഗ്ഗം തരൂല എന്നവിടെന്ന് വാശി പടച്ചവനെ ആ ദേഷ്യപ്പുറത്ത് ആ മനുഷ്യനവിടെന്ന് പറയുകയാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 2 പേരും അവിടെ നിന്ന് മരണപ്പെട്ടു. ആ 2 പേരും ആ മോശമായ ജീവിതം നയിച്ച മനുഷ്യനും അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, അവര് 2 പേരും അവിടെ നിന്ന് മരണപ്പെടുകയാണ്. അവര് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പേരെയും അള്ളാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. 2 പേരെയും അള്ളാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അറിവുള്ള അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ചിരുന്ന മനുഷ്യനോട് അള്ളാഹു ചോദിക്കുകയാണ്, ഇവന് ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഈ മനുഷ്യന് ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന്, അവന് ഞാൻ സ്വർഗ്ഗം കൊടുക്കില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? പടച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ എവിടെന്ന് ചോദ്യം ചെയ്യുകയാണ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ അള്ളാഹു എവിടെന്ന് ചോദ്യം ചെയ്തിട്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടല്ലോ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തുണ്ടല്ലോ. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എത്ര വലിയ പാപം
ചെയ്താലും അള്ളാഹു പുറത്തു തരുന്നവനാണ്. ഒരാളും അള്ളാഹുവിൽ നിന്ന് വിദൂരമാകില്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾ നിരാശപ്പെടണ്ട, ഞാൻ പുറത്തു തരുന്നവനാണ്. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹു പുറത്തു തരുന്നവനാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ പാപം ചെയ്തവന്റെ മുഖത്ത് നോക്കിയിട്ട് അള്ളാഹു നിനക്ക് ഒരിക്കലും പുറത്തു തരൂല, നീ ഒരു കാലത്തും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കൂല എന്ന് പറഞ്ഞ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ മലക്കുകളെ ഏൽപ്പിക്കുകയാണ്. ആ മനുഷ്യനെ പടച്ചവനെ അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകത്തിലേക്ക് അനാദവാനിയത്തിന്റെ മലക്കുകൾ ആ മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. ആ കണ്ടുകുടിച്ച് വ്യഭിചരിച്ച് വൃത്തികെട്ട ജീവിതം നയിച്ച നടന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അള്ളാഹുവിന്റെ പ്രതീക്ഷ വെച്ചവനാണ്. എന്റെ റബ്ബെനിക്ക് പുറത്തു തരും. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു എന്നോട് കരുണ കാണിച്ചിട്ട് എനിക്ക് സ്വർഗം തരുമെന്ന് പ്രതീക്ഷ വെച്ചവനുണ്ടല്ലോ, ആ മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അള്ളാഹു നിനക്ക് പുറത്തു തരൂല, നീ നരകത്തിന്റെ അവകാശിയാ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലടോ. കാരണം അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. എത്ര വലിയ അപരാധം ചെയ്തവനും പടച്ചവനെ പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാണ് പടച്ചവർക്ക്. അല്ലാഹുവേ, ഖബറിൽ കിടന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവന് പോലും പുറത്തു കൊടുത്തവനാണല്ലോ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ദിവസം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത് ജീവിതത്തിൽ ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ. സഹോദരാ, ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും ഓർത്തെടുക്കാൻ കഴിയാത്ത രീതിയിൽ കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈകൊണ്ട് പിടിച്ചത് പാപമാണ്, നടന്നു പോയത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഒരു ദിവസത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് അപരാധം ചെയ്ത ഞാനും നിങ്ങളും ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. അല്ലാഹു മഗ്ഫിർലി ദുനൂബി എന്ന് പടച്ചവരോട് ചെയ്തു പോയ പാപങ്ങൾ കഴുകാൻ അല്ലാഹു തന്നിരിക്കുന്ന അവസരമാ. അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ നീ ഞങ്ങൾക്ക് ഭാഗ്യമ തരണേ അല്ലാഹു നമ്മുടെ പാപം മുഴുവനും കഴുകിക്കളയാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഒരാളും അല്ലാഹു നമുക്ക് പുറത്തു തരില്ല എന്ന് പറയുന്നൊരു ചിന്ത നമുക്ക് വേണ്ട. അല്ലാഹുവാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുറത്തു തരുന്നവൻ. അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ റമദാനിന്റെ പുണ്യങ്ങൾ നിറഞ്ഞ രാവുകൾ അങ്ങനെ അതിവേഗം ഇങ്ങനെ കടന്നു പോകുകയാണ്. ഓരോ ദിവസവും നമ്മളിൽ നിന്നിങ്ങനെ കടന്നു പോകുമ്പോ നമ്മൾ ഓരോ ദിവസവും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സങ്കടകരവും ഭയാനകമായ വാർത്തകളാണ് ഓരോ ദിവസവും രാവിലെ പത്രമെടുക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്. ഓരോ ദിവസത്തെ രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോഴും ഭയാനകമായിട്ടുള്ള വാർത്തകൾ. ഈ വിശുദ്ധമായ റമദാനിന്റെ ഓരോ പ്രഭാതവും പത്രമെടുക്കുമ്പോൾ നമുക്ക് വല്ലാതെ ഭയം തോന്നുന്ന